ഇന്ത്യയിൽ നിരവധി കുടുംബങ്ങൾ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. ഈ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുള്ള BPL റേഷൻ കാർഡ്. കേരളത്തിലെ സാഹചര്യത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് BPL കാർഡ് നൽകുന്നത്. ഇത് കാർഡ് ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകുന്നു. കേരളത്തിലെ BPL കാർഡിന്റെ പ്രാഥമിക നേട്ടങ്ങളിലൊന്ന് ദരിദ്രരായ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ഇതിനായി പൊതുവിതരണ സംവിധാനം വഴി സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാർഡ് ഉടമകൾക്ക് നൽകുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന കാർഡാണ് BPL കാർഡ് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങളുടെ റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റാൻ കഴിയുക എന്ന് നോക്കാം. ആദ്യമായി ഇതിനാവശ്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. കാർഡിലെ അംഗങ്ങൾ ആരും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരൻ ആകരുത്. 2. കാർഡിലെ ഒരംഗവും ഇൻകം ടാക്സ് നൽകുന്നവർ ആകരുത്. 3. കാർഡിലെ അംഗങ്ങൾ ആരും സർവീസ് പെൻഷനർ ആകാൻ പാടില്ല. 4. വീടിന്റെ ആകെ വിസ്തീർണം 1000 ചതുരശ്ര അടിയിൽ കൂടാൻ പാടുള്ളതല്ല. 5. കാർഡ് ഉടമയ്ക്ക് 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല, സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ച്. 6. കാർഡ് ഉടമ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT, നഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങി ഏതെങ്കിലും പ്രൊഫഷണൽ ആകാൻ പാടില്ല. 7. കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ആകെ 1 ഏക്കർ സ്ഥലം മാത്രമേ കൈവശമായി ഉണ്ടാകാൻ പാടുള്ളൂ. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ നിബന്ധന ബാധകമല്ല. 8. പ്രവാസിയുടേത് ഉൾപ്പെടെ കാർഡിലെ അംഗങ്ങളുടെ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടാൻ പാടില്ല. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല. വിധവകൾ, ഗുരുതര രോഗങ്ങൾ ഉള്ളവർ, ഭിന്നശേഷിക്കാർ, സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്തവർ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. നിലവിലെ റേഷൻ കാർഡ് BPL ആക്കുന്നതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശ്രയ വിഭാഗം. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ CDS ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം. ഗുരുതര മാരക രോഗങ്ങളുള്ളവരുടെയും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചിലവേറിയ ചികിത്സ ആവശ്യമുള്ളവരുടെയും കാര്യത്തിൽ അവരുടെ ചികിത്സാ രേഖകളുടെ പകർപ്പുകൾ ഹാജരാക്കിയാൽ മതിയാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ്. ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരിയേജ് സർട്ടിഫിക്കറ്റ്. വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്ത കുടുംബം, വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ്. BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവരാണെന്ന് സ്ഥാപിക്കാൻ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം. ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം. എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തവരുടെ അപേക്ഷകൾ മാത്രമേ BPL റേഷൻ കാർഡ് ആക്കാനായി പരിഗണിക്കൂ. BPL കാർഡുകൾ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ BPL കാർഡിന് ഇന്ത്യയിലുടനീളം സാധുതയുണ്ട്. ഏത് സംസ്ഥാനത്തും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഒരു BPL കാർഡ് നിങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആ കാർഡിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും സർക്കാർ ജോലി ലഭിക്കുകയോ അതല്ലെങ്കിൽ അവർ ആദായ നികുതി പരിധിയിൽ വരികയോ ചെയ്താൽ നിങ്ങൾ സ്വയമേവ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി ആ വിവരം ബോധിപ്പിച്ച് നിങ്ങളുടെ BPL കാർഡ് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന BPL കാർഡ് നിങ്ങൾക്ക് ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യാനാകില്ല. കാർഡ് ഉടമയ്ക്കും കാർഡിൽ പേരുള്ള അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. കാർഡ് കൈമാറ്റം ചെയ്യുന്നതും അനർഹമായി BPL ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതടക്കം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമായി കണ്ട് വിചാരണ നേരിടേണ്ടതായും വരും. നിങ്ങളുടെ നിലവിലുള്ള റേഷൻ കാർഡുകൾ BPL വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ 2025 ജൂൺ 2 മുതൽ 2025 ജൂൺ 15 വരെ ഓൺലൈനായി നൽകാം. അതിനായി www.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാർഡ് BPL ആക്കാം.